ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഹാർബറിലോട്ട് വീണ്ടും വരണത്. അതിന്റെ ഐശ്വര്യം കാണാനുണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഹാർബറിൽ ഇത്ര മീനും വരണത്. ഈ ഐശ്വര്യമുള്ള പയ്യൻ എന്ന് പറയണ കേട്ടിട്ടില്ലേ? അത് ഞാനാട്ടാ. നോട്ട് ഇറ്റ്. ഇവിടെ വന്ന് ഈ മീനുകൾ ഈ അത്തപ്പൂക്കളം വിരിഞ്ഞു കിടക്കണ പോലെ കൂടിക്കിടക്കണ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ്. പക്ഷെ പഴയൊരു ഓളമൊന്നുമില്ല. ഒരു സൈഡ് മീൻ ഫില്ലാണെങ്കിൽ അപ്പുറ സൈഡ് മീൻ കാലിയാണ്. കണ്ട അവസ്ഥ. ലേലം ഹാളിലാണെങ്കിൽ വഞ്ചിടഞ്ച് കളിയാണ് നടക്കണത്. അതിൻ്റെ ഉള്ളിലൊരു ജനത എന്തിനോ വേണ്ടി പിടിവലി കൂട്ടണത് ഞാൻ കണ്ടട്ടാ. പിടിവലിയുടെ കാരണം എന്താന്ന് എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോ പിടികിട്ടി. ഈ ഒരു മുതലിനെ പുറത്തെത്തിക്കാൻ വേണ്ടി ഇവർ ഈ കിടന്ന് കഷ്ടപ്പെട്ടിരുന്നത്. 6 പേര് ചേർന്ന് വലിച്ചിട്ടുണ്ടോ ഈ തെരണ്ടിയുടെ വെയിറ്റ് എത്രയെന്ന് നിങ്ങൾക്കൊന്ന് ഊഹിക്കാൻ പറ്റുമോ? അങ്ങനെ വല്ല ഊഹം ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യട്ടാ. പിന്നെ ഇവിടെ തെരണ്ടി മാത്രമല്ല, വേറെ കുറച്ച് ഭീമന്മാരും ഉണ്ടട്ടാ. നമ്മൾ ഈ തളം കെട്ടി കിടക്കണ ചോര എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? രാവിലെ തെരണ്ടി കിടക്കണ സൈഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ തളം കെട്ടി കിടക്കണ ചോര. അങ്ങനെ നമ്മുടെ ലേലം ഹാളിൽ ലേലം വിളി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വഞ്ചിക്കാരിക്കൊക്കെ നെട്ടോട്ടം ഇരിക്കും. ആ നെട്ടോട്ടത്തിന്റെ ഇടയിൽ കൂടി മോടി നടന്ന് പണിയെടുക്കേണ്ടത് നമ്മുടെ യൂണിയൻ ബഡീസും. ഇവിടെ നിന്ന് തിരിച്ച് ആദ്യത്തെ ഹാളിലോട്ട് എത്തിയപ്പോഴേക്കും ഇവിടെ ഉണ്ടായിരുന്ന മീനൊക്കെ തട്ടി ഒരു ബോക്സിൽ കയറ്റി, അവിടെ നിന്ന് തട്ടി വണ്ടി കയറ്റി. എന്ത് സ്പീഡിലാണെന്ന് അറിയോ ഇവിടുത്തെ പണിയൊക്കെ നടക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബാക്കി നാളെ. അപ്പൊ ഓക്കെ, ബൈ.